അതിന്റെ ഗുണമുണ്ടാവും. അത് ജീവിതത്തിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് അറിയാം. നമ്മള് സന്തുലിതാവസ്ഥ കൂടും. അതേപോലെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപാട് അഫക്ട് ചെയ്യാതാവും. ഇമോഷൻസ്, വികാരങ്ങൾ കുറയും, വിചാരങ്ങളും കുറയും, മനസ്സിൽ ശാന്തി വരും. ആ ശാന്തി വരുന്ന സമയത്ത് നമുക്ക് ഇഫക്റ്റീവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശക്തി വരും. ആ ഒരു സമയത്ത് ശക്തി അത് തന്നെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ആദ്യം വേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. ആ സ്റ്റെബിലിറ്റി വരുമ്പോഴേ നമുക്ക് സ്റ്റിൽനെസ് വരുള്ളൂ. അതായത് ആ ഒരു അവസ്ഥ, നിശ്ചലാവസ്ഥ അപ്പോഴേ വരുള്ളൂ. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പ് അവിടെ. എന്തായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ ഇരിക്കാൻ പറ്റിയത് മഹാഭാഗ്യം, വരാൻ പറ്റിയത് മഹാഭാഗ്യം. ഇവിടെ എത്തിപ്പെടാൻ കാരണം മഹാമണ്ഡലേശ്വരി തന്നെ. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ആ വാക്കുകളില്ല പറയാൻ. അതേപോലെ ഓണറബിൾ ഗവർണറുടെ പ്രസൻസ്, അത് ഏറ്റവും വലിയ അത്യാവശ്യമുള്ള കാര്യമായിരുന്നു. അതൊരു ഓത്തന്റിക്കേഷന്റെ സ്റ്റാമ്പാണ്. മാത്രമല്ല അത് ഒരു ചെടി നട്ടിട്ട് അതിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. അതായത് ആ ചെടി ഇനിയിപ്പോൾ വളരും. ചെറിയ തോതിലല്ല, അത് ലോകം മുഴുവൻ അതിന്റെ റിഫ്ലക്ഷൻ കാണും. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ആശംസിക്കുന്നു. ഇത് ഇപ്പൊ ഇവിടെ ഈ 3-ാം തീയതി തീരുന്നു വിചാരിക്കരുത്. ഇത് മനസ്സിൽ കൊണ്ട് നടക്കണം. ഇനി അടുത്ത കൊല്ലത്തിൽ ഇനിയും അടുത്ത ലെവലിലേക്ക് വരണം. അങ്ങനെ നമ്മൾ വരുമ്പോൾ അടുത്ത 10 കൊല്ലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രയാഗ്രാജിൽ കണ്ടല്ലോ 144ാമത്തെ കുംഭമേള. ആ ഒരു പ്രതീതിയിൽ ഇവിടെ എത്തണം, വലിയ ലെവലിൽ. അതെല്ലാവരെയും കൂട്ടിച്ചേർത്ത് നമ്മൾ മനുഷ്യരെ മാത്രമേ കാണാവൂ, പക്ഷികളെ മൃഗങ്ങളെ മാത്രമേ കാണാവൂ. അല്ലാണ്ട് മതങ്ങളോ വിഭജനങ്ങളോ കാണരുത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സുഖം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. മാത്രമല്ല അതുകൊണ്ട് നമുക്കൊന്നും അറിയാണ്ടിയാവും, നമ്മൾ സങ്കുചിതമാവും. ഒരിക്കലും സങ്കുചിതമാവരുത്, നമ്മൾ എക്സ്പാൻഡഡ് ആയിരിക്കണം. എല്ലാവർക്കും ആശംസകൾ. വളരെ സന്തോഷം. നന്ദി.